വിചാരിച്ചാലേ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരു ഹീലറും മോട്ടിവേറ്ററും മോട്ടിവേറ്റ് ചെയ്തെന്നോ കരുതിയോ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നില്ല. നമ്മളുടെ മനസ്സിൽ നമ്മൾ തീരുമാനം എടുക്കുകയാണ്, നാളെ തൊട്ട് ഞാൻ മാറും, അല്ലെ ഇന്ന് തൊട്ട് മാറും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം എൻ്റെ ലൈഫിൽ അനിവാര്യമാണ് എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ മാറാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ മോട്ടിവേഷനിലൂടെയും ആ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരിലൂടെയും ഒരു പുതിയ സൊല്യൂഷൻ ലഭിക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു തരുന്ന ഓരോ ഗൈഡൻസും ഓരോ സൊല്യൂഷനല്ല, അതിലൂടെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ലാതെ ഒരു ഹീലറോ ഒരു മോട്ടിവേറ്ററോ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ട് നിങ്ങൾ മാറും എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല. ഇപ്പൊ സപ്പോസ് ഞാനൊരു കാര്യം നോക്കട്ടെ, നിങ്ങളിപ്പോൾ പനി പിടിച്ചു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ പറയുകയാണ് പനി മാറും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പനി മാറുമോ? ഒരിക്കലും ഇല്ല. മെഡിസിൻ എടുത്താൽ മാത്രമേ ആ പനി മാറത്തുള്ളൂ. ഇതുപോലെയാണ് ലൈഫിലെ പല കാര്യങ്ങളും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് മെഡിസിൻ ആകുന്ന ആ ഒരു മോട്ടിവേറ്ററും ഹീലേഴ്സും പറഞ്ഞു തരുന്ന ഗൈഡൻസ് നിങ്ങൾ ഉള്ളിലോട്ട് കഴിച്ചിട്ട് അത് ഉള്ളിലോട്ട് എടുത്തിട്ട് കുറച്ചുകൂടി തിങ്കിങ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ മാറണം എന്നുള്ളൊരു മനസ്സ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതുവഴി മാറണം, എങ്ങനെ മാറണം. ആ സമയത്താണ് ദൈവം ഓരോരുത്തർ വഴി ഓരോ മെസ്സേജും ഓരോ ഗൈഡൻസും ഓരോ മോട്ടിവേഷനും അയച്ചു തരുന്നത്. ആ സമയത്ത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അവർ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബോൾഡ്നെസ് തരികയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ മാറണമെന്നുള്ള മൈൻഡ് സെറ്റ് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ ദൈവം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഈ വഴി പോകണം, ഈ വഴി പോയാൽ ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും. മനസ്സിനെ കേൾക്കാൻ ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും. നമ്മൾ കാമായിട്ട് ഒരു റൂമിൽ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. സ്മൈൽ ആൻഡ് ബി